ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ബന്നാണ് തയ്യാറാക്കുന്നത്. അത് ഞാൻ ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ടും തയ്യാറാക്കുന്നുണ്ട്. അത് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഈസ്റ്റും പാലും ഇല്ല ആ മിക്സും ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ചപ്പാത്തീൻ്റെ മാവിനെക്കാട്ടിയും കുറച്ച് ലൂസിലാണ് ഇത് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിത് നല്ലവണ്ണം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ 2 കപ്പ് മാവിൻ്റെ അകത്തുനിന്ന് എനിക്ക് 8 ബൗളാണ് കിട്ടിയത്. അത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇഡ്ലിത്തട്ടിൽ ബട്ടർ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എടുത്ത് വെക്കാം. ഇനി ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോഴേക്കും ഇത് നല്ലവണ്ണം പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് ഒരു പാത്രം ചൂടാക്കി ഈ ഇഡ്ലിത്തട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോഴേക്കും ഇത് നല്ലവണ്ണം പൊങ്ങി നല്ലവണ്ണം ആയിട്ട് വരും. അതിൻ്റെ മേലെ ബട്ടർ ഇട്ടിട്ട് വരച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ വെള്ള എള്ള് ലേശം ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഇത് ഈ പാനിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്യാമെന്ന്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഓവണിൽ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇത് ഓവണിൽ വെച്ചതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.